ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ അഥവാ തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ മറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ഇതും നമ്മൾ ചെയ്യുന്നത്. അതായത് ഓരോ ചാപ്റ്റേഴ്സും ഓരോ വീഡിയോ നമ്മൾ പാർട്ടായിട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം കുറച്ച് ചെയ്യാൻ, അതും ഇതിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ മാക്സിമം ടൈം കുറച്ചിട്ട് തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. മിസ്സിന് തീരെ വയ്യ, അതുകൊണ്ടാണ് നമ്മളെ ചാനലിൽ ഒരു 2 വീക്സ് ആയിട്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ആവാത്തത് കേട്ടോ. ഇപ്പോഴും തീരെ വയ്യ, പക്ഷേ നിങ്ങളുടെ എക്സാം ഒക്കെ അടുക്കാറായല്ലോ എന്ന് ആലോചിച്ച് ഇപ്പോൾ ചെയ്യാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ എന്തായാലും ലാഗ് അടിക്കാതെ നമുക്ക് ചാപ്റ്ററിലോട്ട് കടന്നാലോ? ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് എലക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്താണെന്ന് നോക്കാം. അപ്പൊ ഇന്ത്യയിൽ എന്താണ് ഒരു സ്ഥാപിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഉണ്ട്. അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ സിസ്റ്റം എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഇലക്ഷൻ ആണ് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഡയറക്റ്റ് ഇലക്ഷൻ എന്നും ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്നും, അതായത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്നും പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്നും. അതായത് നമ്മുടെ ലോക്സഭ അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കൊക്കെയുള്ള ഇലക്ഷന് നമുക്ക് എന്ത് പറയാം? ഡയറക്റ്റ് ഇലക്ഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. അപ്പോൾ പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്താണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മെമ്പേഴ്സ് ഓഫ് രാജ്യസഭാ അംഗങ്ങളെ എന്നിവരെയൊക്കെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ്. അപ്പൊ ഇന്ത്യയിൽ 2 തരത്തിലുള്ള ഇലക്ഷൻ ആണ്, ഡയറക്റ്റ് ഇലക്ഷൻ, ഇൻഡയറക്റ്റ് ഇലക്ഷൻ, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും പരോക്ഷ തെരഞ്ഞെടുപ്പും. അങ്ങനെ ഇന്ത്യയിൽ നിലവിലുള്ള നേരിട്ടുള്ള സമ്പ്രദായ തെരഞ്ഞെടുപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, അതായത് FPTP സിസ്റ്റം എന്നാണ് നമ്മൾ വിളിക്കുക. FPTP സിസ്റ്റത്തിന്റെ ഫുൾ ഫോം ആണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. അപ്പൊ ഇന്ത്യയിലുള്ള ഡയറക്റ്റ് ഇലക്ഷന് നമ്മൾ വിളിക്കുന്ന പേരാണ്. അപ്പൊ ഇനി നമുക്ക് എന്താണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നുള്ളത് നോക്കാം. FPTP സിസ്റ്റം അല്ലെങ്കിൽ FPTP സമ്പ്രദായം. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ ആദ്യത്തെ ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ എന്താണ് ഇവിടെ? ദ കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ കോൺസ്റ്റിറ്റ്യുവൻസീസ്, അതായത് രാജ്യത്തെ ചെറിയ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കുന്നതാണ് എന്ത്? ഈ ഒരു ഇലക്ഷന്റെ പ്രത്യേകത. ഡയറക്റ്റ് ഇലക്ഷൻ ആണ്. FPTP സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? രാജ്യത്തെ മൊത്തം എന്താണ്? ചെറിയ ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആക്കിയിട്ട് തിരിക്കും. 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് അല്ലെങ്കിൽ നിയോജക മണ്ഡലമാണ് നമ്മുടെ രാജ്യത്ത് മൊത്തം ഉള്ളത്. അപ്പൊ ഈ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ സ്ഥാനാർത്ഥിനെ എന്ത് ചെയ്യും? എലക്ട് ചെയ്യും. അപ്പൊ ആരാണ് ജയിക്കുക? എങ്ങനെയുള്ളവരാ? അതായത് കൂടുതൽ വോട്ട് കിട്ടുന്നവരാണ് എന്ത് ചെയ്യുക? എലക്ട് ചെയ്ത് ഇലക്ഷനിൽ വിൻ ചെയ്ത് വരിക അല്ലെ. അപ്പൊ നോക്കിവിടെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയാണ് ഇവിടെ തെരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ, നമുക്കറിയാം. അതുപോലെ വോട്ടർമാർ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അതായത് നമ്മൾ പാർട്ടിക്കല്ല, നമ്മളിപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ്? പാർട്ടിക്കാണ് വോട്ട് രേഖപ്പെടുത്തുക. ഇവിടെയാണെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ സ്ഥാനാർത്ഥിക്ക്. ഇത് സിമ്പിൾ ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ആർക്കാ ചെയ്യുക? സ്ഥാനാർത്ഥിക്കാണ് വോട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നോക്കാം, മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് നേടുന്ന സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നു. അതായത് ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് അവർ ജയിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അടുത്ത് നോക്കാം, ഇൻ ദിസ് സിസ്റ്റം ദ പാർട്ടി വിച്ച് ഗെറ്റ് മാക്സിമം നമ്പർ ഓഫ് വോട്ട് നീഡ് നോട്ട് ഗെറ്റ് മാക്സിമം നമ്പർ ഓഫ് സീറ്റ്. അതായത് ഈ സമ്പ്രദായത്തിൽ എന്താണ്? പരമാവധി വോട്ട് നേടുന്ന പാർട്ടിക്ക് പരമാവധി സീറ്റുകൾ ലഭിക്കണമെന്നില്ല. അത് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. എന്താ നമ്മുടെ ഈ ഒരു സമ്പ്രദായത്തിൽ എന്താണ്? പരമാവധി വോട്ട് കിട്ടുന്ന പാർട്ടി ആയിരിക്കില്ല ചിലപ്പോൾ പരമാവധി സീറ്റുകൾ ലഭിക്കുന്നത് എന്നുള്ളതും ഇവിടെ നോക്കി വെക്കുക. അപ്പോൾ പോലെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്താണ്? ഭൂരിപക്ഷ വോട്ടുകൾ ലഭിക്കണമെന്നില്ല എന്നുള്ളതാണ്. ഭൂരിപക്ഷ വോട്ട് ലഭിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ആർക്കാണ് കൂടുതൽ വോട്ട് ഷെയർ കിട്ടുന്നത് അവർ ജയിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തത് നോക്കാം, ആനുപാതിക പ്രാതിനിധ്യം, പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. ഈ ഒരു മെത്തേഡ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? രാജ്യസഭ MPസിനെ തെരഞ്ഞെടുക്കാൻ, അതുപോലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് കേട്ടോ. അപ്പോൾ രാജ്യസഭ MPമാരെയും രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തെരഞ്ഞെടുക്കുന്നതാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലൂടെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 2 ടൈപ്സ് ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ലോകത്തുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈപ്പിൽ എന്താ പറയുന്നത്? കൺട്രി ഈസ് കൺസിഡേർഡ് ആസ് എ കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് മൊത്തം കൺട്രി എന്താണ്, അല്ലെങ്കിൽ മൊത്തം രാജ്യം ഒറ്റ നിയോജക മണ്ഡലമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു FPTPയിലാണെങ്കിൽ നമ്മൾ ഒറ്റ കൺട്രി തന്നെ 543 നിയോജക മണ്ഡലമാണ് ആക്കുന്നത്. ഇവിടെ എന്താണ്? രാജ്യത്തെ മൊത്തത്തിൽ എന്താണ്? ഒറ്റ നിയോജക മണ്ഡലമായിട്ടാണ്. ഇത് എവിടേക്കാണ് ഫോളോ ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം? ആദ്യത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഇസ്രായേലിലും അതുപോലെ തന്നെ നെതർലാൻഡ്സിലാണ് ഫോളോ ചെയ്യുന്നത്.
അപ്പൊ അടുത്തത് നോക്കാം. അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. രണ്ടാമത്തെ തരത്തിൽ രാജ്യം നിരവധി ബഹു അംഗ മണ്ഡലങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഈ സമ്പ്രദായത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക അവതരിപ്പിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്? മറ്റേതിൽ ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ എന്താ പറയുന്നത്? രാജ്യത്തെ മൊത്തം ഒറ്റ നിയോജക മണ്ഡലമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ തരത്തിൽ പറയുന്നത് രാജ്യത്തെ എന്താണ് പല നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കും. അങ്ങനെ ഈ തിരിച്ചു നിയോജക മണ്ഡലത്തിൽ നിന്നും FPTPയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒറ്റ സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ബഹു അംഗങ്ങളെയാണ് ഒറ്റ നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനാർത്ഥികളുടെ പട്ടികയും അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? FPTPയിലാണെങ്കിൽ എന്താണ്? രാജ്യത്തെ മൊത്തം പല കോൺസ്റ്റിറ്റ്യുവൻസീസ് ആക്കിയിട്ട് എന്താണ് അവിടെ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കും. ഇവിടെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ടൈപ്പിൽ എന്താണ്? രാജ്യത്തെ മൊത്തം ഒറ്റ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കിയിട്ട് തിരിക്കുന്നു. ഇവിടെ എങ്ങനെയാണ്? രണ്ടാമത്തെ ടൈപ്പിൽ പറയുന്നത് പല കോൺസ്റ്റിറ്റ്യുവൻസി ആക്കി തിരിക്കുന്നു. പക്ഷേ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും എന്താണ് നമ്മൾ പല അംഗം അല്ലെങ്കിൽ ബഹു അംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ ഇത്? ഓക്കെ. അപ്പൊ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് അർജന്റീനയിലും പോർച്ചുഗലിലുമാണ് കേട്ടോ. അടുത്ത് നോക്കാം. ഈ 2 രീതികളും വോട്ടർമാർ തങ്ങളുടെ മുൻഗണനകൾ ഒരു പാർട്ടിക്ക് വേണ്ടി രേഖപ്പെടുത്തുന്നു, ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയല്ല. അപ്പൊ ഇവിടെ എന്താണ്? ഒരു സ്ഥാനാർത്ഥിക്കല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത്, മറിച്ച് ആർക്കാണ്? പാർട്ടികൾക്കാണ് കേട്ടോ. വോട്ടർമാർ തങ്ങളുടെ മുൻഗണനകൾ ഒരു പാർട്ടിക്ക് വേണ്ടിയാണ് രേഖപ്പെടുത്തുന്നത്. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ ലഭിച്ച വോട്ടിന് ആനുപാതികമായിട്ട് പാർട്ടികൾക്ക് സീറ്റ് ലഭിക്കും. പക്ഷെ FPTPയിൽ എന്താണ്? ലഭിച്ച വോട്ടിനനുസരിച്ചല്ല സീറ്റ് ലഭിക്കുന്നത്. ഇവിടെ എന്താണ്? അതിന് ആനുപാതികമായിട്ടാണ് സീറ്റ് ലഭിക്കുന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ ഭൂരിപക്ഷ വോട്ടുകൾ ലഭിക്കണം എന്നുള്ളതും ഇവിടെ മനസ്സിലാക്കുക. അടുത്തത് ആനുപാതിക പ്രാതിനിധ്യം ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം വഴിയോ ലിസ്റ്റ് സമ്പ്രദായം വഴിയോ നടപ്പിലാക്കാം. അപ്പൊ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ഇംപ്ലിമെന്റഡ്? എയ്തർ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം ഓർ ബൈ ലിസ്റ്റ് സിസ്റ്റം. അപ്പൊ എന്താണ് നമുക്ക് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്നുള്ളത് നോക്കാട്ടോ. അപ്പൊ അടുത്ത് നമ്മൾ അതാണ് പറയുന്നത്. ഇതിനെന്താണ്? 4 പ്രധാന സവിശേഷതയാണുള്ളത്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു ഒന്നിലധികം അംഗങ്ങളുടെ മണ്ഡലം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരിക്കും നമ്മുടെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരിക്കും. അതുപോലെ രണ്ടാമതായിട്ട് പറയുന്നത് കോട്ട സിസ്റ്റം, കോട്ട സമ്പ്രദായം. മൂന്നാമതായിട്ട് മാർക്കിംഗ് ഓഫ് പ്രിഫറൻസസ്, മുൻഗണനകളുടെ അടയാളപ്പെടുത്തൽ. നാലാമതായിട്ട് എന്താണ്? വോട്ടുകളുടെ കൈമാറ്റം, ട്രാൻസ്ഫർ ഓഫ് വോട്ട്. അപ്പൊ ആദ്യത്തെ എന്താ നോക്കാം. ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയിൽ ഒന്നിലധികം അംഗങ്ങളുടെ മണ്ഡലം ആവശ്യമാണ്. 3ഓ അതിലധികമോ പേർ തെരഞ്ഞെടുക്കപ്പെടുന്ന മണ്ഡലമാണിത്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷന്റെ രണ്ടാമത്തെ ടൈപ്പ് ഇത് തന്നെയായിരുന്നു, സെയിം സംഭവമാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ. അപ്പൊ അവിടെ പറയുന്നത് പോലെ തന്നെ 3ഓ അതിലധികമോ പേർ തെരഞ്ഞെടുക്കപ്പെടുന്ന മണ്ഡലമാണിത്. അതാണ് ഇതിന്റെ ഫസ്റ്റ് സവിശേഷത എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നോക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്നതിന് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേക കോട്ട വോട്ട് ലഭിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അവിടെ എന്ത് ലഭിക്കണം? ഒരു കോട്ട, അതായത് ഇത്ര വോട്ട് ലഭിക്കണം എന്നുള്ളതാണ്. അടുത്ത് നോക്കാം. ഓരോ വോട്ടറും സ്ഥാനാർത്ഥിക്കുള്ള തന്റെ മുൻഗണന ബാലറ്റ് പേപ്പറിൽ രേഖപ്പെടുത്തണം. അപ്പൊ വോട്ടർ എന്താ ചെയ്യണ്ടേ? പ്രിഫറൻസസ്, മുൻഗണന അനുസരിച്ച് വേണം എന്ത് ചെയ്യാന്? ബാലറ്റ് പേപ്പറിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിക്കുള്ള തന്റെ മുൻഗണന ബാലറ്റ് പേപ്പറിൽ മാർക്ക് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത നോക്കാം. ഒന്നാം മുൻഗണന വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞതിന് ശേഷം നിശ്ചിത എണ്ണം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? ഏറ്റവും കുറവ് വോട്ട് നേടിയ സ്ഥാനാർത്ഥിയെ മത്സരത്തിൽ നിന്നും പുറത്താക്കും. അതായത് ആദ്യം ഒരു മുൻഗണന അനുസരിച്ച് ഒന്നാമത്തെ മുൻഗണന എണ്ണുകയാണെന്ന് കരുതും, ഫസ്റ്റ് പ്രിഫറൻസസ്. അപ്പൊ എല്ലാവരും എന്താണ്? ഫസ്റ്റ് പ്രിഫറൻസസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരുടെയും ഫസ്റ്റ് പ്രിഫറൻസസ് എണ്ണാൻ തുടങ്ങി. പക്ഷെ എന്താണ്? ഒരു നിശ്ചിത എണ്ണം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല. അപ്പൊ എന്ത് ചെയ്യും? ഏറ്റവും കുറവ് വോട്ട് അല്ലെങ്കിൽ കുറവ് പ്രിഫറൻസസ് നേടിയ സ്ഥാനാർത്ഥിയെ മത്സരത്തിൽ നിന്നും പുറത്താക്കും. അയാൾക്ക് ലഭിച്ച വോട്ട് പിന്നെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ആർക്കാണ് പിന്നെ അയാൾക്ക് ലഭിച്ച ഈ ആളിനെ പുറത്താക്കുമ്പോൾ ആൾക്ക് ലഭിച്ച വോട്ടൊക്കെ പിന്നെ ആർക്കാ ട്രാൻസ്ഫർ ചെയ്യുക? രണ്ടാം മുൻഗണന നേടിയ സ്ഥാനാർത്ഥിക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അതാണ് ഈ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം നടപ്പിലാക്കാൻ ഇന്ത്യ പോലുള്ള കൺട്രീസിലൊക്കെ നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അടുത്ത നോക്കാം. നിശ്ചിത എണ്ണം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് വരെ ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു പ്രക്രിയ, ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അടുത്തത് നോക്കാം. ഇന്ത്യ അഡോപ്റ്റഡ് FPTP സിസ്റ്റം. എന്തുകൊണ്ടാണ് ഇന്ത്യ FPTP സിസ്റ്റം സ്വീകരിച്ചത്? വൈ ഇന്ത്യ അഡോപ്റ്റഡ് FPTP സിസ്റ്റം എന്നുള്ളതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇതൊന്ന് നോക്കി വെക്കാം.
അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്താണ്, ഇറ്റ് ഈസ് എ സിമ്പിൾ ഇലക്ടോറൽ സിസ്റ്റം വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻ. അതായത് സങ്കീർണതകളില്ലാതെ എന്താണ് ലളിതമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് ഇത് FPTP സിസ്റ്റം. ഡയറക്റ്റ് ഇലക്ഷൻ ആണ് അല്ലേ. അപ്പൊ അടുത്ത് നോക്കാം, FPTP സിസ്റ്റം ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ എ സബ് കോണ്ടിനെന്റ് ലൈക്ക് ഇന്ത്യ. ഇന്ത്യ പോലൊരു ഉപഭൂഖണ്ഡത്തിന് ഏറ്റവും അനുയോജ്യമായത് ഏത് സിസ്റ്റം തന്നെയാണ്? FPTP സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ ഈ സമ്പ്രദായത്തിൽ വോട്ടർമാർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ലഭിക്കും. പാർട്ടിക്കല്ല നമ്മൾ വോട്ട് ചെയ്യുക, സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുക. അപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനും ഈ ഒരു സിസ്റ്റം കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നാലാമതായിട്ട് എന്താണ്, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ഒരു പ്രത്യേക പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ FPTP സംവിധാനത്തിൽ അവർക്ക് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതും ആണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് FPTP സിസ്റ്റം സിൻസ് ദ എലക്റ്റഡ് person represent a particular locality, they cannot evade their responsibility. അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്താണ് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതും മനസ്സിലാക്കാം. അടുത്ത പോയിന്റ് എന്താണ്, ദ FPTP സിസ്റ്റം ഹെൽപ്സ് ടു ഫോം സ്റ്റേബിൾ ഗവൺമെന്റ്. FPTP സിസ്റ്റം എന്താണ്, സുസ്ഥിരമായ സർക്കാർ രൂപീകരിക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് ആണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ഈ സംവിധാനത്തിൽ യഥാർത്ഥത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അത് ദേശീയ താല്പര്യം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത്. ഈ ഒരു സിസ്റ്റം എന്താണ്, റിയലി യുണൈറ്റ്സ് ആൻഡ് കോർഡിനേറ്റ് ഡിഫറെന്റ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. എ സിസ്റ്റം FPTP സിസ്റ്റം അല്ലെ. അതുപോലെ അത് എന്ത് ചെയ്യും, നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റും പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിന് വിവിധ പോരായ്മകളുണ്ട്. അതായത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അതെന്താണ്, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് കൂടുതലും നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെന്തുണ്ട്, കുറെ ഡ്രോബാക്സ് ഉണ്ട്, കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ അത് നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ പോയിന്റ്സ് ഒക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ടാണ് FPTP സിസ്റ്റം സ്വീകരിച്ചത് എന്നുള്ളതിന് എഴുതണ്ട് കേട്ടോ. അതിനുള്ള കാരണങ്ങളാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത്. അപ്പൊ ഓക്കെ അല്ലേ ഇത്. അടുത്തത് നോക്കാം, നിയോജക മണ്ഡലങ്ങളുടെ സംവരണം, റിസർവേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. എന്താണ്, ഇന്ത്യൻ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രതിനിധികൾ ജനപ്രതിനിധികൾ ആകുന്നതിന് വേണ്ടിയാണ് സംവരണം ഏർപ്പെടുത്തിയത്. അപ്പൊ ഇന്ത്യയിൽ എന്താണ്, പിന്നോക്ക വിഭാഗങ്ങൾക്ക് എന്താണ് ഉയർന്നു വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെന്താണ് ജനപ്രതിനിധികളാകാൻ വേണ്ടിയിട്ടാണ് റിസർവേഷൻ അല്ലെങ്കിൽ സംവരണം ഏർപ്പെടുത്തിയത്. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കാണുന്നത് പോലെ അവർക്ക് എന്താണ് പ്രത്യേക സംവരണം ഉണ്ട്. അതുപോലെ എന്താണ് ജനപ്രതിനിധികൾ ആകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് സംവരണം കൊടുത്തിട്ടുണ്ട്. അടുത്ത നോക്കാം, ഒരു ജാതിയിൽപ്പെട്ട പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിനായി അതേ ജാതിയിൽപ്പെട്ട അംഗങ്ങൾ മാത്രം ഉൾക്കൊണ്ട് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ രൂപീകരിക്കുന്ന രീതിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ബ്രിട്ടീഷുകാരുള്ള സമയത്ത് അവരെന്തായിരുന്നു ചെയ്തത്, ഒരു ജാതിയിൽപ്പെട്ട പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിനായിട്ട് അതേ ജാതിയിൽപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഒരു പ്രത്യേക നിയോജക മണ്ഡലങ്ങളായിരുന്നു ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് രൂപീകരിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എന്ത് ചെയ്തു, എന്നാൽ ഈ രീതി ജാതീയമായ വേർതിരിവുകൾക്ക് കാരണമാകുമെന്ന് കണക്കുകൂട്ടിയ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സംവരണ മണ്ഡലം എന്ന ആശയമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പൊ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലം, അതായത് പലതരത്തിലുള്ള ജാതികൾ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലത്തിൽ സംവരണം ഏർപ്പെടുത്തുക എന്നുള്ളത്. സംവരണം ആർക്കാണ്, ഇന്ത്യയിലെ പിന്നോക്കം നിൽക്കുന്ന ജാതിയിൽപ്പെട്ടവർക്ക് സംവരണം ഏർപ്പെടുത്തുക. ആ ഒരു മണ്ഡലത്തിൽ ആർക്ക് മാത്രമാണ്, ആ ഒരു പിന്നോക്ക ജാതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പ്രതിനിധിയാവാൻ പറ്റുള്ളൂ. പക്ഷേ വോട്ട് ആർക്കൊക്കെ ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം, എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ചെയ്യാം. പക്ഷെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ആ ഒരു ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ജാതിയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെന്താണ്, നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എടുത്തു കളയാണ് ഉണ്ടായത്. അപ്പൊ സംവരണ നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേക ജാതിയിൽപ്പെട്ടയാൾക്ക് മാത്രമേ പ്രത്യേകം ആ സ്ഥാനാർത്ഥിയാകാൻ കഴിയുള്ളൂ. സംവരണ നിയോജക റിസർവ്ഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസിൽ എങ്ങനെയാണ്, ആ ഒരു ജാതിയിൽപ്പെട്ട ആൾക്ക് മാത്രമാണ് ജനപ്രതിനിധി ആകാൻ കഴിയുള്ളൂ. പക്ഷേ എന്നാൽ എങ്ങനെയാണ്, ആ മണ്ഡലത്തിലെ എല്ലാ ജാതിയിൽപ്പെട്ട സമ്മതിദായർക്കും അവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത്. സ്ഥാനാർത്ഥി ആ ഒരു ജാതിയിൽപ്പെട്ട ആൾക്ക് മാത്രമേ കഴിയുള്ളൂ, പക്ഷെ വോട്ട് എല്ലാവർക്കും ചെയ്യാം. ഇതാണ് മാറ്റം വരുത്തിയത് കേട്ടോ. നിലവിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ് പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സംവരണം ഉള്ളത് ഇന്ത്യയിൽ കേട്ടോ. അപ്പൊ ഇതും മനസ്സിലാക്കാം. അപ്പൊ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഇനി അടുത്ത് നോക്കാം, സാർവത്രിക വോട്ടവകാശം, യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ്. അപ്പോൾ ഒരു രാജ്യത്തിലെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം നൽകുന്നതിനെയാണ് എന്തെന്ന് പറയാ, പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. അഡൽട്ട് സഫ്രേജ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് ദ റൈറ്റ് ടു വോട്ട് ഫോർ ഓൾ അഡൽട്ട് സിറ്റിസൺ ഓഫ് എ കൺട്രി. അപ്പോൾ 1989 വരെ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു, 21 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമാണ് എന്തുണ്ടായിരുന്നത്, വോട്ടവകാശം ഉണ്ടായിരുന്നേ. പക്ഷേ 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് എന്താക്കി മാറ്റി, 18 വയസ്സാക്കിയിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ
സമത്വം, വിവേചനമില്ലായ്മ എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് സാർവത്രിക വോട്ടവകാശം. അതായത് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് എന്ത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ. ഇതും മനസ്സിലാക്കാട്ടോ അവിടെ. അപ്പൊ അടുത്തത് നോക്കാം നമുക്ക്. ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക കേട്ടോ. അപ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പാർലമെന്റ് അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് നടത്തുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ആര്? ഇലക്ഷൻ കമ്മീഷൻ. അതുപോലെ തന്നെ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാന്നുള്ളതും, അതുപോലെ ഫസ്റ്റ് വുമൺ ഇലക്ഷൻ കമ്മീഷണറും. ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. ഫസ്റ്റ് വുമൺ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രമാദേവി. അത് നോക്കി വെക്കുക കേട്ടോ. അത് വൺ വേർഡ് ആണ്, ചോദിക്കും എക്സാമിന്. അടുത്ത നോക്കാം. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നു. അടുത്ത ഫംഗ്ഷൻ ആണ് ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത ഫംഗ്ഷൻ ആണ് എന്ത്? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്, വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നു. അടുത്തത് ഡിസൈഡ് ഓൺ ദ ഷെഡ്യൂൾ ഓഫ് എലക്ഷൻ, എലക്ഷന് സമയക്രമം തീരുമാനിക്കുക. എലക്ഷൻ ഷെഡ്യൂൾ അതുപോലെ തന്നെ ഡേറ്റ് ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ് കേട്ടോ. അടുത്ത് നോക്കാം. ഇറ്റ് ഹാസ് ദ പവർ ടു ടേക്ക് ഓൾ ഡിസിഷൻ ഫോർ എൻഷുറിംഗ് എ ഫ്രീ ആൻഡ് ഫെയർ പോൾ. അതായത് സ്വതന്ത്രവും നീതിയുക്തവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ ആർക്ക് അധികാരമുണ്ട്? ഇലക്ഷൻ കമ്മീഷന് അധികാരമുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. അഡ്ജേൺ എലക്ഷൻസ് ഇൻ കേസ് ഓഫ് എമർജൻസി, അത്യാവശ്യ സാഹചര്യങ്ങൾ എന്താണ്? തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള ചുമതലയും ഇലക്ഷൻ കമ്മീഷനാണ്. ടേക്ക് നെസസറി പ്രിക്വേഷൻ ഇൻ എഫക്റ്റഡ് ഏരിയ, പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അത്യാവശ്യത്തിനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത്. കാശ്മീർ അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളൊക്കെ പ്രശ്നബാധിത മേഖലകളാണല്ലേ. അപ്പൊ അടുത്തത് നോക്കാം. ക്യാൻസൽ ദ ഇലക്ഷൻ ഇൻ ദ ബൂത്ത്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് വേർ ദർ വേർ ഇറഗുലിറ്റീസ് ആൻഡ് ഹോൾഡ് റീ എലക്ഷൻ, ക്രമക്കേടുകൾ നടന്ന ബൂത്തുകളിലും മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക, അതായത് റീ എലക്ഷൻ നടത്തുക എന്നുള്ളത്. അതും ആർക്കുള്ള അവകാശമാണ്? അതൊക്കെ ആരുടെ അധികാര പരിധിയിൽ വരുന്നതാണ്? ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് കേട്ടോ. അടുത്തത് തർക്കം ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ വീണ്ടും വോട്ട് എണ്ണുവാൻ തീരുമാനിക്കുക. ആ ഒരു ഡെസിഷൻ എടുക്കുന്നതും ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരവും ചിഹ്നവും നൽകുക ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്? ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷനിൽ എഴുതേണ്ടത് കേട്ടോ. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കാം. ഇലക്ടോറൽ റിഫോംസ്, തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ. അപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് വ്യവസ്ഥകളിൽ ഒന്നാണ് എവിടെ നിലനിൽക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. പക്ഷെ എന്താണ്, നമ്മുടെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ ഒരിക്കലും പരിപൂർണമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ കൂടുതൽ മികവുറ്റതാക്കുന്നതിനായിട്ട് സ്വീകരിക്കാവുന്ന ചില നിർദ്ദേശങ്ങളാണ് നമ്മുടെ ഇലക്ടോറൽ റിഫോംസ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളായിട്ട് പറയുന്നത്. ഒന്നാമത്തത് നോക്കുക. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഒരു സജഷൻ. അതായത് ചേഞ്ച് ടു പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം ഓഫ് ഇലക്ഷൻ ഇൻ ഇന്ത്യ. അതായത് FPTP നിന്ന് മാറ്റിയിട്ട് ആനുപാതിക പ്രാതിനിധ്യത്തിലേക്ക് മാറ്റുക എന്നുള്ളത്. രണ്ടാമതായിട്ട് എന്താ പറയുന്നത്? ഇംപ്ലിമെന്റ് വുമൻസ് റിസർവേഷൻ, സ്ത്രീ സംവരണം നടപ്പിലാക്കുക. മൂന്നാമതായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ പണത്തിന്റെ പങ്ക് നിയന്ത്രിക്കുന്നതിന് കർശനമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തുക എന്നുള്ളത്. സ്ട്രിക്റ്റ് പ്രൊവിഷൻസ് ടു കൺട്രോൾ ദ റോൾ ഓഫ് മണി ഇൻ എലക്ഷൻ, പൈസ വാരി എറിയുന്നത് എന്താണ്? ചുരുക്കുക എന്നുള്ളത്. അടുത്ത നോക്കാം. ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കുക. അഞ്ചാമതായിട്ട് പറയുന്നത് ജാതിയും മതപരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർണ്ണമായും നിരോധിക്കുക എന്നുള്ളതാണ് അടുത്തൊരു റിഫോം ആയിട്ട് പറയുന്നത്. ആറാമത്തതാണ് മേക്ക് ദ ഫംഗ്ഷനിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ട്രാൻസ്പെറന്റ് ആൻഡ് ഡെമോക്രാറ്റിക്, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം എന്താണ്? സുതാര്യവും അതുപോലെ തന്നെ ജനാധിപത്യപരവും ആക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു റിഫോം അല്ലെങ്കിൽ പരിഷ്കാരമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. വളരെ എളുപ്പമാണ്. മറ്റ് ചാപ്റ്റേഴ്സിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ ചാപ്റ്റർ ആണ്. അതുപോലെ നല്ല മാർക്കിനൊക്കെ ചോദിക്കും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻ, അതുപോലെ തന്നെ FPTP PR-ന്റെ കമ്പാരിസൺ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പൊ എന്തായാലും അടുത്ത ചാപ്റ്റർ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക.